പ്രിയപ്പെട്ടവർ, സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു സർക്കാർ എഞ്ചിനീയറുടെ പ്രയത്നങ്ങളും പ്രയാസങ്ങളും എന്ന പുസ്തകം ശ്രീ പി എ പ്രഭാകരൻ സാർ എഴുതിയ പുസ്തകം ഇവിടെ ഇന്ന് പ്രകാശിതമാകുകയാണ്. അദ്ദേഹം നേരത്തെ ഇംഗ്ലീഷിൽ എഴുതിയിരുന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഇന്നിവിടെ പ്രകാശന കർമ്മത്തിലേക്ക് കടക്കുന്നത്. ശ്രീ കെ എം നായരാണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാനും അതുപോലെ തന്നെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ ബി എസ് ബാലേന്ദ്രൻ സാറാണ്. നമുക്കറിയാം, സദ്ഭാവന ട്രസ്റ്റ് ഏകദേശം 1.5 വർഷത്തിലോളമായിട്ടേ ഉള്ളൂ സദ്ഭാവന ട്രസ്റ്റ് പുസ്തക പ്രകാശന രംഗത്തേക്ക് പ്രവേശിച്ചിട്ട്. ഇതിനോടകം 400-ലധികം പുസ്തകങ്ങൾ സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. വിവിധ മേഖലകളിലുള്ള പുസ്തകങ്ങളാണ് സദ്ഭാവന ട്രസ്റ്റ്, എല്ലാ മേഖലകളിലും തന്നെ എന്ന് പറയാം, പുസ്തകങ്ങളാണ് സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് ഇത്രയധികം പുസ്തകങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കുമ്പോൾ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ലക്ഷ്യം തന്നെ ഏറ്റവും വലിയ പുസ്തക പ്രസാധനശാലയായി മാറുക ഒരു വർഷത്തിനുള്ളിൽ എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പ്രസാധനശാലയായി മാറുക എന്നുള്ളതാണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ ലക്ഷ്യവും. അതിനുവേണ്ടിയാണ് സദ്ഭാവന ട്രസ്റ്റ് ഒന്നടങ്കം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതും. ഇതിൻ്റെ എല്ലാം പ്രേരക ശക്തി എന്ന് പറയുന്നത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാനായ ബി എസ് ബാലേന്ദ്രൻ സാർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തയും അതുപോലെ വീക്ഷണവും അതുപോലെ ഗൈഡൻസും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘം പ്രവർത്തകരാണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ മുതൽക്കൂട്ട്. ആ ഒരു ടീമിനെ ഇത്രയും നന്നായി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ മേഖലയിൽ, കൈവച്ച മേഖലയിൽ ഇത് പൊന്നാക്കി മാറ്റാൻ സാധിക്കുകയും ചെയ്ത ബാലേന്ദ്രൻ സാറിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ എം ആർ തമ്പാൻ സാറാണ്. അത് വൈജ്ഞാനിക സാഹിത്യ പ്രതിഭയായ ഡോക്ടർ എം ആർ തമ്പാൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്ററാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടെയാണ് ഓരോ പുസ്തകവും നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. എല്ലാ പുസ്തകത്തിലെയും എഡിറ്റോറിയൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ എം സി ദത്തൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. VSSCയുടെ മുൻ ഡയറക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ ശാസ്ത്ര ഉപദേഷ്ടാവാണ്, പ്രഭാഷകനാണ്, ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇന്ന് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം സ്വീകരിക്കുന്ന ഡോക്ടർ ബി സുഗീതയാണ്. ICSSR സീനിയർ റിസർച്ച് ഫെലോയാണ്. അതുപോലെ അന്തർദേശീയ ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രത്തിൻ്റെ മുൻ ഡയറക്ടറാണ്. മാഡവും ധാരാളം കൃതികൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ ഒരു പ്രഭാഷകയാണ്. മാഡത്തിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ പുസ്തകത്തെ പറ്റിയുള്ള അവതരണം നടത്തുന്നത് ശ്രീ എം ജയറാം. അദ്ദേഹം മുൻ അഡീഷണൽ ഇൻകം ടാക്സ് കമ്മീഷണറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിന് ആശംസ നേരുന്നത് ശ്രീ കെ എം നായർ. അദ്ദേഹം VSSCയുടെ നിർമ്മാണ പരിപാലന വിഭാഗത്തിൻ്റെ മുൻ മേധാവിയാണ്. അതിൻ്റെ എല്ലാം ഉപരിയായി ഈ പുസ്തകം, അതായത് ശ്രീ പി എ പ്രഭാകരൻ സാർ എഴുതിയിരുന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ, അതാണ് ഈ പുസ്തകം, ഒരു സർക്കാർ എഞ്ചിനീയറുടെ പ്രയത്നങ്ങളും പ്രയാസങ്ങളും, അത് വളരെ ഭംഗിയായി ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി ഗ്രന്ഥകർത്താവ് വളരെ ദീർഘകാലത്തെ എഞ്ചിനീയറിംഗ് പാരമ്പര്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹം 54 വർഷത്തോളം ചീഫ് എഞ്ചിനീയറായിട്ടാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചത്. അതിനുശേഷം അദ്ദേഹം KEIP അതുപോലെ ISER എന്നീ സ്ഥാപനങ്ങളിൽ ചീഫ് കൺസൾട്ടൻ്റായി ജോലി ചെയ്തിരുന്നു. 54 വർഷത്തെ അദ്ദേഹത്തിൻ്റെ സേവന ചരിത്രമാണ്, ഒരു സർവീസ് സ്റ്റോറി എന്ന നിലയിലാണ് ഈ പുസ്തകം വന്നിട്ടുള്ളത്. ദീർഘകാലമായി എഞ്ചിനീയറിംഗ് മേഖലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനം. അത് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരു സർവീസ് സ്റ്റോറി വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു സർവീസ് സ്റ്റോറി വന്നിട്ടുള്ളതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ധാരാളം അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഈ രംഗത്തേക്ക് വരുന്ന യുവാക്കൾക്ക് വേണ്ടുന്ന ഒരു വഴികാട്ടിയും അവർ നേരിടേണ്ട വെല്ലുവിളികളും അതുപോലെ എങ്ങനെയാണ് സ്വാർത്ഥ താല്പര്യമില്ലാതെ എങ്ങനെയാണ് ഈ ജോലിയിൽ നമുക്ക് പുരോഗമിക്കാൻ പറ്റുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും അതുപോലെ തന്നെ അദ്ദേഹം നേരിട്ട വെല്ലുവിളികളും എല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ട് വളരെ മനോഹരമായി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇത് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു എഞ്ചിനീയറിംഗ് മേഖലയിലെ വ്യക്തികൾക്കും ഇതൊരു പഠന പുസ്തകമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു അനുഭവ പുസ്തകമാണ് ഇദ്ദേഹം ഇന്നിവിടെ പ്രകാശനം ചെയ്യാനായി ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ പുസ്തകം സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിൽ പ്രകാശനം ചെയ്യാൻ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഈ ചടങ്ങിന് നന്ദി പറയുന്ന ശ്രീമതി സിന്ധു സുരേഷാണ്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ പബ്ലിക്കേഷൻ ഓഫീസറാണ്. സിന്ധുവിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്ന് ഈ പ്രകാശന ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിട്ടുള്ള ധാരാളം പേർ, എഴുത്തുകാരൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ധാരാളം പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെയും മറ്റ് അഭ്യുദയകാംക്ഷികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനിയരെ, ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനം ടെക്നോക്രാറ്റുകളുടെ ഒരു സമ്മേളനമാണ് പ്രധാനമായി. അതിൽ വ്യത്യസ്തമായി കാണുന്നത് നമുക്കേവർക്കും പ്രിയനായ പഴയ ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ ശ്രീ എം ജയറാം മുൻ അഡീഷണൽ ഇൻകം ടാക്സ് കമ്മീഷണർ ശ്രീ എം ജയറാം മാത്രമാണ് ഒരു ടെക്നോക്രാറ്റിൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം എഞ്ചിനീയറായിരുന്നു. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എഞ്ചിനീയർമാരാണ്. ഇനി പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ ദത്തൻ, മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് ഡോക്ടർ MC ദത്തൻ, നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനമായ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുമ്പോൾ അന്ന് ശ്രീഹരിക്കോട്ടയിലെ ഡയറക്ടറായിരുന്നു ശ്രീ MC ദത്തൻ. നമ്മുടെ വാർത്താമാധ്യമങ്ങളൊക്കെ ഏറെ പ്രാധാന്യത്തോടുകൂടിയാണ് അദ്ദേഹത്തെ അന്ന് വിശേഷിപ്പിച്ചതും മലയാളി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തത്. അദ്ദേഹമാണ് ഇന്നിവിടെ ശ്രീ PA പ്രഭാകരൻ തയ്യാറാക്കിയ ഒരു സർക്കാർ എഞ്ചിനീയറുടെ പ്രയത്നങ്ങളും പ്രയാസങ്ങളും എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. മലയാറ്റൂരിൻ്റെ യന്ത്രം ഒരു സർവീസ് സ്റ്റോറിയാണ്. സർക്കാർ ജീവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എഞ്ചിനീയർമാർ സർക്കാർ ജീവനക്കാരായി മാറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രതിസന്ധികൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുകയാണ്. എഞ്ചിനീയർമാരാണല്ലോ ലോകം സൃഷ്ടിക്കുന്നത്. എലോൺ മസ്കിനെ കുറിച്ച് നാം എപ്പോഴും അദ്ദേഹം എന്ത് പറയുന്നു, എങ്ങോട്ട് പോകുന്നു, ആരോട് സംസാരിക്കുന്നു എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. അദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരനല്ല. അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് ലോകത്ത് മാറ്റങ്ങൾക്ക് വഴി തുറന്ന ബിൽഗേറ്റ്സ്, മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ, പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന സമ്പ്രദായം ലോകത്ത് ആദ്യം പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ബിൽഗേറ്റ്സ് എന്ന് പറയും. ബിൽഗേറ്റ്സ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കിക്കൊണ്ട് IBM അടുത്ത് നോക്കി ചെല്ലുമ്പോൾ പേഴ്സണൽ കമ്പ്യൂട്ടർ അതിനെന്താ കഥയിരിക്കുന്നു എന്ന് തള്ളിക്കളഞ്ഞ IBM പിന്നീട് ബിൽഗേറ്റ്സിൻ്റെ പിന്നാലെ പോകുന്നത് നാം ലോകം കണ്ടതാണ്. അത് കഴിഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞ സ്റ്റീവ് ജോബ്സിൻ്റെ സ്മാർട്ട് ഫോണുകൾ, ഇവരെല്ലാം എഞ്ചിനീയറിംഗ് രംഗത്ത് വിസ്മയങ്ങൾ സൃഷ്ടിച്ച മഹത് വ്യക്തികളാണ്. അവർ ലോകത്ത് പുതിയ പാത വെട്ടിത്തുറക്കുകയാണ്. നാം എപ്പോഴും പറയുമ്പോൾ സർ വിശ്വേശ്വരയ്യയെക്കുറിച്ച് വളരെ ആദരവോടുകൂടി സംസാരിക്കാറുണ്ട്. അദ്ദേഹം ഭാരതം ലോകത്തിന് സമ്മാനിച്ച മഹാനായ ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വാട്സാപ്പുകളിൽ സ്ഥിരമായി വരാറുള്ള മെസ്സേജുകൾ പലതും ഡോക്ടർ കലാമിൻ്റെ ഉദ്ധരണികളാണ്. അദ്ദേഹവും അടിസ്ഥാനപരമായി എഞ്ചിനീയറാണ്.
ഇത് എഞ്ചിനീയർമാരുടെ കാലവും എഞ്ചിനീയർമാരുടെ സംഭാവനകളും വിലയിരുത്തപ്പെടുകയും അവർ ലോകം സൃഷ്ടിക്കുന്നത് കാണുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അവിടെയാണ് ഒരു സർക്കാർ എഞ്ചിനീയർ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിവരിച്ചുകൊണ്ട് ശ്രീ പി എ പ്രഭാകരൻ തയ്യാറാക്കിയ പുസ്തകം ഇവിടെ മലയാളത്തിൽ ഇന്നിവിടെ പ്രകാശിതമാകുന്നത്. സർക്കാർ ജീവനം എന്ന് പറയുന്നത് തന്നെ ഏതോ ഒരു കാലഘട്ടത്തിൽ ആരോ തയ്യാറാക്കിയ ഒരു ടേബിൾ അനുസരിച്ച് തുടരുന്ന ഒരു സംവിധാനമാണ് 55, 56, 60 വയസ്സ് വരെയുള്ള ഒരു സേവന മേഖല എന്ന് പറയുന്നത്. വ്യക്തികൾ ഇപ്പോൾ പ്രാപ്തരായി മാറുമ്പോൾ തന്നെ 55, 56, 60 വയസ്സാകുമ്പോഴാണ് വ്യക്തികൾ കൂടുതൽ കേപ്പബിളായി മാറുന്നത്, കഴിവുള്ളവരായി മാറുന്നത്. തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ കാഴ്ചപ്പാടുകളും പുതിയ നേതൃത്വവും ഒക്കെ ഏറ്റെടുക്കുവാനുള്ള പ്രാപ്തി ആളുകൾക്ക് ഉണ്ടായി വരുന്നത് തന്നെ ഈ 50 വയസ്സിന് ശേഷമാണ്. പണ്ടെങ്ങാണ്ടോ ആരോ പറഞ്ഞു സേവനം 55 വയസ്സ് വരെ അല്ലെങ്കിൽ 56 വയസ്സ് വരെ മതി എന്ന്. ഈ മാനസികാവസ്ഥയിലേക്ക് 50 വയസ്സിനോട് അടുക്കുമ്പോൾ തന്നെ എനിക്കിനി 5 വർഷം അല്ലെങ്കിൽ 6 വർഷം എന്ന മാനസികാവസ്ഥയിലേക്ക് എഞ്ചിനീയർമാർ പോലും എത്തുന്ന മാനസികാവസ്ഥയിൽ നമ്മുടെ സമൂഹം തളച്ചിട്ടിരിക്കുകയാണ്. ജപ്പാനിൽ ഇപ്പോൾ റിട്ടയർമെൻ്റ് ഇല്ല. അവിടെ ആജീവനാന്തം പണിയെടുക്കാം. ഒരാളിന് പ്രവർത്തിക്കുവാൻ സൗകര്യമുള്ള കാലത്തോളം പ്രവർത്തിക്കാം, അവസരമുണ്ട്. ആജീവനാന്തം പണിയെടുക്കാം. ആജീവനാന്തം പണിയെടുക്കാൻ അവസരം കൊടുത്തത് കൊണ്ട് ജപ്പാനിലെ തൊഴിലില്ലായ്മ പെരുകിയില്ല, തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ ജപ്പാനുണ്ടായി, കൂടുതൽ തൊഴിലവസരങ്ങൾ. അവർ ജപ്പാന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ലോകത്തെ കൈമാടി വിളിക്കുകയാണ്, വരൂ തൊഴിൽ തരാം എന്ന് പറഞ്ഞുകൊണ്ട്. മിടുക്കന്മാരും മിടുക്കികളുമായ ആളുകളെ ജപ്പാൻ കൈമാടി വിളിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഇവിടെയുള്ള പ്രതിഭകളെ ഇങ്ങനെ നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞ ഡപ്പിയിൽ ഒതുക്കി അമർച്ച ചെയ്ത് ഇല്ലായ്മ ചെയ്യുന്നത്. ഡപ്പി അറിയില്ല, ഡപ്പി എന്ന് പറയുന്ന സാധനം തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഷയാണ്. ദത്ത സാറിന് കേട്ടിട്ടുണ്ടാവും, സുഗീത കേട്ടിട്ടുണ്ടല്ലോ, ഡപ്പി എന്ന് പറയും. അങ്ങനെ ഡപ്പി ജയറാം സാർ കേട്ടിട്ടുണ്ടോ? ഡപ്പി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പണ്ട് പറയും ഡപ്പിയിൽ ഒതുക്കി തീർക്കുക എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹം മാറി ചിന്തിക്കേണ്ട കാലമാണ്. മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണിത്. ഒരു ടെക്നോക്രാറ്റുകൾ നേരിടുന്ന പ്രതിസന്ധി. ആജീവനാന്തം പണിയെടുക്കുവാനും ചിന്തിക്കുവാനും പുതിയ സംഭാവന നൽകുവാനും സമൂഹ സൃഷ്ടിക്ക് നേതൃത്വം കൊടുക്കുവാനും കഴിയുന്ന മഹത്തായ ബുദ്ധിവൈഭവത്തിൻ്റെ വ്യക്തികളെ സമൂഹം ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത നിലയിലുള്ള സാഹചര്യം സർക്കാർ സംവിധാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഈ ദുരന്തമായ യാഥാർത്ഥ്യമാണ് ഈ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഡോക്ടർ MC ദത്തൻ ഇവിടെ പങ്കെടുക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവാണ്. നമ്മുടെ സംസ്ഥാനത്തെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് റിട്ടയർമെൻ്റ് ഇല്ല എന്ന തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയോട് പറയാൻ കഴിയും. കാരണം ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ പറയും നമ്മുടെ യുവജന സംഘടനകൾ എതിർക്കും. എന്താ യുവജന സംഘടനകൾ എതിർക്കുമെന്ന്? യുവജന സംഘടനയുടെ വോട്ട് കിട്ടില്ല, യുവജന സംഘടനകൾ എതിർക്കുമെന്ന് എന്ത് മനസ്സിലാക്കിയിട്ടാണ്?
ഇപ്പോൾ ഡോക്ടർ MC ദത്തൻ എടുക്കുന്ന തീരുമാനവും കാഴ്ചപ്പാടും അവതരിപ്പിക്കാൻ ഒരു യുവജന നേതാവിന് കഴിയണമെങ്കിൽ എത്ര കാലം കഴിയും? ഇല്ലേ? എത്ര കാലം കഴിയും? അനുഭവം എന്ന് പറയുന്നത്, അനുഭവത്തിൻ്റെ അറിവ് എന്ന് പറയുന്നത് സമൂഹ വികസനത്തിനാണ്. തൊഴിലുണ്ടാക്കുവാൻ കഴിയുന്ന പ്രാപ്തി ആണ് ഈ പ്രായം ചെന്ന അനുഭവസ്ഥരായ ആളുകൾക്ക്. അവർ കൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ ഭാരതീയ സമാജത്തിൽ എങ്ങനെ ഇതൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ ബാലേന്ദ്ര നിങ്ങൾ ഉണ്ടാക്കി? ഭാരതീയ സമാജം ഒരു സർക്കാർ ഇതര പ്രസ്ഥാനമാണ്. ഭാരതീയ സമാജത്തിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ ഒരു തീരുമാനം, ഇവിടെ റിട്ടയർമെൻ്റ് ഇല്ല, ആജീവനാന്തം പണിയെടുക്കും ആളുകൾ, ഇവിടെ ജീവനക്കാരില്ല, ആജീവനാന്തം പ്രവർത്തിക്കാനുള്ള അവസരം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ BSSൻ്റെ പ്രവർത്തകർക്ക് ഒരു വർദ്ധിച്ച കുതിരശക്തിയാണ് ഉണ്ടായത്. വർദ്ധിച്ച കുതിരശക്തി. എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഒരുപാട് പരിപാടികൾ സദ്ഭാവന ട്രസ്റ്റ് ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് 1000 പുസ്തകങ്ങൾ 2 വർഷത്തിനൊക്കെ ഇറക്കണം. അപ്പോൾ തമ്പാ സാറാണ് ചീഫ് എഡിറ്റർ. നമുക്ക് ആകപ്പെട്ടുള്ള മൂലധനം എന്ന് പറയുന്നത് തമ്പാ സാറിൻ്റെ അനുഭവ സമ്പത്താണ്. പണമൊന്നുമില്ല, തമ്പാ സാറിൻ്റെ അനുഭവ സമ്പത്താണ്. അത് വെച്ചിട്ടാണ് നമ്മൾ 1000 പുസ്തകങ്ങളോടെ ഇറക്കും എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ തമ്പാ സാറിൻ്റെ സുഹൃത്തുക്കളായ ആളുകൾ പോലും ചോദിച്ചു, ഇതെങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ എന്തെങ്കിലും 1000 പുസ്തകം ഇറക്കുന്നു, 1000 പുസ്തകം ഇറക്കുന്നു. രമേശ് ചെന്നിത്തല ഒരിക്കൽ MMSനോട് ചോദിച്ചു, ഈ ബാലേന്ദ്രൻ എന്താ 1000 പുസ്തകം ഇറക്കുന്നു, 1000 പുസ്തകം ഇറക്കുന്നു? അപ്പോൾ MMS പറഞ്ഞു, ബാലേന്ദ്രനിൽ പറഞ്ഞു ഇറക്കും പുസ്തകം കേട്ടു. ഇപ്പോൾ സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ് ജയശ്രീമാർ. ജയശ്രീമാർ വല്ല 400ലധികം പുസ്തകങ്ങൾ ഇറക്കിയത്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പുസ്തകം ഇറക്കിയ പ്രസിദ്ധീകരണശാല സദ്ഭാവന ട്രസ്റ്റാണ്. എങ്ങനെ? ഈ പെൺകുട്ടികളാണ്. പെൺകുട്ടികൾക്കും പ്രവൃത്തിയെടുക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു പ്രസിദ്ധീകരണശാലയാണ് സദ്ഭാവന ട്രസ്റ്റ്. എത്രയോ എഴുത്തുകാർ ഒരു കോമൺ പ്ലാറ്റ്ഫോമാക്കി, അതിനൊരു കോമൺ പ്ലാറ്റ്ഫോമാക്കി, പൊതുവേദിയാക്കി, ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുവാൻ, ഒരു മാതൃക സൃഷ്ടിക്കുവാൻ സദ്ഭാവന ട്രസ്റ്റിന് കഴിഞ്ഞത്. അതിനടക്കമുള്ള നിരവധി ഓർഗനൈസേഷൻസിനെ ഭാരതീയ സമാജത്തിന് പ്രൊമോട്ട് ചെയ്യാൻ കഴിഞ്ഞത് ഇത് സ്വീകരിച്ച അടിസ്ഥാനപരമായ നയവ്യതിയാനമാണ്. ഇവിടെ പെൻഷനില്ല, പെൻഷൻ പ്രായമില്ല, ആജീവനാന്തം പണിയെടുക്കും. 95 വയസ്സായ C കൃഷ്ണപിള്ള വരെ പണിയെടുക്കുന്നുണ്ട്. എല്ലാ വർഷവും കൂട്ടുന്ന ശമ്പളം എല്ലാ വ്യവസ്ഥയോടും കൂടി C കൃഷ്ണപിള്ളയ്ക്ക് കിട്ടും. അദ്ദേഹത്തിന് അസുഖമായപ്പോൾ വീട്ടിൽ നിന്നുള്ള പറഞ്ഞു, എങ്കിലും ഇടയ്ക്ക് വരും, മുഴുവൻ കാശ് കൊടുക്കും. ഭാരതീയ സമാജത്തിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരരുത് എന്ന് നിർബന്ധമുണ്ട്. ഞാൻ പറയുന്നത് അത് നമ്മുടെ ഒരു അഭിപ്രായമാണ്. നമ്മുടെ സർക്കാരുകളും മാറി ചിന്തിക്കാൻ തയ്യാറാവണം. ഇത് പണ്ടത്തെ ഏതോ ഒരു സായിപ്പ് തീരുമാനിച്ച തീരുമാനത്തിൻ്റെ പിന്നാലെ നടക്കാതെ മാറി തീരുമാനിക്കാൻ തയ്യാറാവണം. ശാസ്ത്രവും സാങ്കേതികവിദ്യയും വിജ്ഞാന വ്യാപനവും ഒക്കെ തന്നെ അതിലേക്ക് വഴി തുറക്കപ്പെടണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. തമ്പാ സാർ തന്നെ 55 വയസ്സിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഇറക്കിയത്. 55 വയസ്സിന് ശേഷമാണ് സാർ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഇറക്കിയത്. ഇല്ലേ? അല്ല സാർ, കാരണം ഇത് ഒരു കേവലം സത്യമാണ്. നമ്മളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. വ്യക്തിയുടെ പരമാവധി മാക്സിമൈസ് യുവർ പൊട്ടൻഷ്യൽസ് എന്നാണ്. മാക്സിമൈസ് യുവർ പൊട്ടൻഷ്യൽസ് എന്നാണ് നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം. നിങ്ങളുടെ സാധ്യതകളുടെ പരമാവധീകരണം. ആ പരമാവധി സാധ്യത സമൂഹ വികസനത്തിനും രാജ്യവികസനത്തിനും വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും കുടുംബജീവിതത്തിനും സാമൂഹിക ജീവിതത്തിനും ഒക്കെ തന്നെ വളരെ സഹായമായിരുന്നു. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതിനുള്ള
കണ്ണു തുറപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഒരു സർക്കാർ ജീവനക്കാരൻ്റെ, സർക്കാർ എഞ്ചിനീയർ അനുഭവിച്ച വ്യഥകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അദ്ദേഹം അവതരിപ്പിക്കുക. ഒരാൾ മുള്ളിലൂടെയും കുപ്പിച്ചില്ലിലൂടെയൊക്കെ നടന്ന് ബുദ്ധിമുട്ടി വരുമ്പോൾ ഇപ്പുറത്ത് സുഖമായി നിൽക്കുന്ന ആൾ പറയും, അയാൾ അങ്ങനെ വരട്ടെ, കാലൊക്കെ മുറിഞ്ഞ് വരട്ടെ എന്ന് കരുതാതെ അതിൽ ചവിട്ടാതെ വേറെ നല്ല വഴിയൂടെ വരാൻ പറഞ്ഞു കൊടുക്കുന്നത് ശരിയായ ഉപദേശമാണ്. അതാണ് ഇവിടെ ശ്രീ പി എ പ്രഭാകരൻ ചെയ്യുന്നത്. നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ ആളുകൾക്ക് പ്രേരണ നൽകുന്ന ഒരു പുസ്തകമാണിത്. ഈ പുസ്തകം അത്യധികം സന്തോഷത്തോടു കൂടിയാണ് സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിനെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തുവാൻ നമ്മുടെ എല്ലാമായ ഡോക്ടർ എം ആർ തമ്പാൻ സാറിനെ ക്ഷണിക്കുന്നു. ശ്രീ ബാലേന്ദ്രൻ, ഡോക്ടർ ദത്തൻ, ഡോക്ടർ സുഗീത, ഗ്രന്ഥകർത്താവായ ശ്രീ പ്രഭാകരൻ, ശ്രീ ജയറാം, ശ്രീ രാജൻ, ശ്രീ ജയ, സിന്ധു, മാന്യ സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഒരു എൻജിനീയറുടെ പ്രയത്നങ്ങളും പ്രയാസങ്ങളുമാണ്. ആദ്യം ഞാൻ ബയോഡേറ്റ നോക്കി. ബയോഡേറ്റ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്. വേറെ വിവർത്തകൻ്റെ ബയോഡേറ്റ ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കിയില്ല. കാരണം പുസ്തകം വായിക്കുമ്പോൾ വിവർത്തനം നന്നായി അല്ലെ നന്നായില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന്. പക്ഷേ പുസ്തകം വായിച്ചപ്പോൾ മുഴുക്കെ എൻ്റെ മനസ്സിൽ നിഴലും നിലാവും എന്ന കൃതിയായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ആദരുടെ പേര് അന്നേരം ഓർത്തില്ല. അതേ ശൈലി, വളരെ ലളിതമായ ശൈലി. ഇവിടെ വന്നപ്പോൾ ശ്രീ രാജനെ കണ്ടു. അപ്പോൾ ഞാൻ രാജൻ്റെ അടുക്ക്, രാജൻ്റെ പേര് മനസ്സിലില്ല, പക്ഷേ പുസ്തകത്തിൻ്റെ പേരായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ രാജനോട് ചോദിച്ചു, നിലാവും മഴയും? അതെ, അത് തന്നെ, ഞാൻ തന്നെ, രാജൻ തന്നെ എന്ന് പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് അടുത്ത പേജ് നോക്കിയപ്പോഴത്തേക്ക് അപ്പം അതിലൊരു സാമ്യമുണ്ട്. രാജൻ്റെ കാര്യം ഞാനിവിടെ പറയാൻ കാരണം വളരെ സമാനതകൾ ഈ രണ്ട് പുസ്തകങ്ങളും തമ്മിലുണ്ട്. പ്രഭാകരൻ്റെയും രാജൻ്റെയും പുസ്തകങ്ങൾ. രണ്ടുപേരും എഞ്ചിനീയർമാരാണ്. രാജൻ ഡിപ്ലോമ കഴിഞ്ഞിട്ട് പിന്നെ AMA പാസ്സായതാണ്. പ്രഭാകരൻ ആദ്യം തന്നെ സിവിൽ എഞ്ചിനീയർ ആയതാണ്. രണ്ടുപേരും ഒരിടത്തും തങ്ങി നിൽക്കത്തില്ല, എപ്പോഴും ചാടി ഓരോ മേഖലകളിലേക്ക് പോകുന്നുണ്ട്. രണ്ടുപേരും ആദർശ മൂല്യാധിഷ്ഠിത സർക്കാർ ജീവനക്കാരാണ്. കൈക്കൂലിയും മറ്റും ഇതൊന്നും വാങ്ങിക്കുക. പിന്നെ സേവനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. ഒരുപാട് സാഹസികതകൾ ജീവിതത്തിൽ, സർക്കാർ ജീവിതത്തിൽ രണ്ടുപേരും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. രാജനാണെങ്കിൽ നീന്തൽ അറിയില്ല, പക്ഷേ നീന്തൽ അറിയാതെ അദ്ദേഹം കടൽ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ വനത്തിൽ കുടുങ്ങിയ അനുഭവങ്ങളുണ്ട്. ഇവിടെയല്ല, ആൻഡമാനിലാണ്. അത്രത്തോളം കഷ്ടപ്പാടുകൾ പ്രഭാകരൻ അനുഭവിച്ചെന്ന് തോന്നുന്നില്ല. കാരണം വനത്തിൽ ഒറ്റയ്ക്ക് തങ്ങിയും സാഹസികതകളിൽ കൂടെ പ്രഭാകരനും ഒരുപാട് സാഹസികതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ബ്രോയിൽ ആയിരുന്നപ്പോൾ. അപ്പോൾ വളരെ സമാനതകളുള്ള രണ്ട് പുസ്തകങ്ങൾ. സാധാരണ നമ്മൾ മലയാളികൾക്ക് ഈ ചരിത്രം, പ്രത്യേകിച്ചും കുടുംബ ചരിത്രമോ വ്യക്തികളുടെ ചരിത്രമോ രേഖപ്പെടുത്താറില്ല, ഡോക്യുമെൻ്റ് ചെയ്യാറില്ല. പക്ഷേ എവിഡൻസ് വേണമെന്നാണ് പറയുന്നത് ചരിത്രം എഴുതണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇത്തരം വ്യക്തികളുടെ ചരിത്രവും കുടുംബ ചരിത്രവും ഇല്ലാതായത്. കാരണം ഒരു കാലത്ത് 95-98% ആളുകളും നിരക്ഷരരായിരുന്നു. വിദ്യ അഭ്യസിക്കാൻ അവസരം ഇല്ലാത്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ട ഒരു കാലഘട്ടം. പക്ഷേ ഇന്ന് എഴുത്തും വായനയും സാർവത്രികമായിട്ടും നമ്മുടെ ജീവചരിത്രങ്ങൾ വളരെ ചുരുക്കമാണ്. ഒരു വ്യക്തിയുടെ ചരിത്രം വേറൊരാൾ എഴുതുമ്പോൾ അത് ജീവചരിത്രമാണ്. നമ്മൾ സ്വയം എഴുതുമ്പോൾ അത് ആത്മകഥയായി മാറും. ആത്മകഥ തന്നെ ഓർമ്മക്കുറിപ്പുകളുണ്ട്, അതുപോലെ തന്നെ സർവീസ് സ്റ്റോറികളുമുണ്ട്. പക്ഷേ ഇതൊരു സർവീസ് സ്റ്റോറിയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം അതിനും അതീതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഇതിലുണ്ട്. നമ്മുടെ ഇതിൻ്റെ ചരിത്രത്തിൽ, ആത്മകഥയുടെ ചരിത്രത്തിൽ ആദ്യമായി എഴുതിയിട്ടുള്ള 2200 വർഷത്തിന് മുമ്പുള്ള ഒരു ചൈനീസ് ഗ്രന്ഥകാരൻ്റെ സുമോച്ചിൻ എന്ന ഗ്രന്ഥകാരൻ്റെ കൃതിയാണ് ആദ്യമായിട്ട് അവിടെ വന്നിട്ടുള്ളത്.
അതുപോലെ മാർജറി കേമ്പയുടെ പുസ്തകമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത്, ആംഗലേയ സാഹിത്യത്തിൽ ആദ്യമായി വന്നത്. നമ്മുടെ വൈക്കം പാച്ചുമൂത്തതിൻ്റെയാണ് സംക്ഷേപ ആത്മകഥയാണ് മലയാളത്തിൽ വന്നിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഒരു കാലത്ത് ഏതാണ്ട് ഒരു 60-70 കാലഘട്ടങ്ങളിൽ ഒരുപാട് ആത്മകഥകളും ഓർമ്മക്കുറിപ്പുകളും എല്ലാം വന്നിട്ടുണ്ട്. തുടിക്കുന്ന താളുകളെ ചങ്ങമ്പുഴയുടെയും, ജീവിത സമരം CK ശിവൻ്റെയും, ഞാൻ എന്ന CV കുഞ്ഞിരാമൻ്റെയും അങ്ങനെ നിരവധി കൃതികൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം ഒരു 80-ന് ശേഷം ഈ സാഹിത്യശാഖ, അത് ആത്മകഥയായാലും ഓർമ്മക്കുറിപ്പായാലും സർവീസ് സ്റ്റോറി ആയാലും, ബാബു പോളിൻ്റെ സർവീസ് സ്റ്റോറി ഒന്നും മറന്നിട്ടല്ല ഞാൻ പറയുന്നത്, എന്നാലും വളരെ വിരളമായിട്ടേ വന്നുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഇതിലേക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും ഉൾപ്പെടെ ഒരുപാട് പേര് പ്രസംഗിക്കാനുണ്ട്, അത് ഞാൻ അവർക്ക് വിട്ടുകൊടുക്കുന്നു. പക്ഷെ പുസ്തകം മൊത്തം വായിച്ചു കഴിഞ്ഞ ഒരാളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ആ ഗ്രന്ഥത്തിൻ്റെ ചില സേലിയൻ ഫീച്ചേഴ്സുണ്ട്, അത് മാത്രം ഞാൻ പറയാം. എന്നെ ഏറ്റവും ഇത് സർവീസ് സ്റ്റോറി എന്ന് പറയുന്നെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബചരിത്രം പറയുന്ന പശ്ചാത്തലം എന്ന ചാപ്റ്ററാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹം വളരെ ദാരിദ്ര്യത്തിലായിരുന്നു വളർന്നു വന്നത്. ഒരു ഉന്നത തലത്തിലെത്തിയിട്ടുള്ള ആരും തൻ്റെ ഗതകാലത്തിൽ ദാരിദ്ര്യത്തെക്കുറിച്ചോ പ്രയാസത്തെക്കുറിച്ചോ പറയാറില്ല. പക്ഷേ ഇദ്ദേഹം സത്യസന്ധമായി അത് എഴുതിയിരിക്കുന്നു എന്നാണ് ഈ കൃതിയുടെ ഏറ്റവും വലിയ സവിശേഷത. വീട്ടിലെ ഭക്ഷണം എല്ലാ നേരവും 3 നേരവും കാണില്ല, രാവിലെയോ രാത്രിയിലും ഒക്കെ കഞ്ഞിയായിരിക്കും, അതും കുറച്ചായി കിട്ടുകയുള്ളൂ. ഒരു ദിവസം ഈ കഞ്ഞി അമ്മ കൊണ്ടുവച്ചപ്പോൾ നമ്മുടെ ഗ്രന്ഥകർത്താവ് എന്നായ കുട്ടി കഞ്ഞിയും പാത്രവും എടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞു. അവിടെയും ദേഷ്യം തീർന്നില്ല, വെളിയിൽ പോയി വലിയൊരു വടി എടുത്തുകൊണ്ട് വന്ന് അമ്മയെ പൊരുതേ തല്ലി. ചേച്ചിയും മറ്റു അയൽക്കാരും ഒക്കെ വന്നിട്ടാണ് ഈ കുസൃതി ചെക്കനെ പിടിച്ചു മാറ്റി ശാന്തമാക്കിയത്. പക്ഷെ പിന്നീട് ആഹാരം കഴിക്കാതെ വൈകുന്നേരം വരെ ഒരു മൂലയ്ക്ക് ഒറ്റയ്ക്ക് ആ കുട്ടിയിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അടികൊണ്ട് കയ്യും ദേഹവും ഒക്കെ വീർത്ത അമ്മ മോനെ ഒന്ന് വിളിച്ചു, എന്തെങ്കിലും കഴിക്കുമെന്ന്. പശ്ചാത്താപം കൊണ്ട് ആ കുട്ടി കരയുകയായിരുന്നു. അമ്മയെ അടിച്ചതില്ല, ഭക്ഷണം കിട്ടാത്തതില്ല, പക്ഷെ അന്നേ ഭക്ഷണം കഴിച്ചു തീർന്നു. ഈ പുസ്തകത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, എൻ്റെ ജീവിതം ഒരു സഫലമായ യാത്രയാണ്, എൻ്റെ ജീവിതം ഒരു വിജയഗാഥയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ജീവിതം വിജയഗാഥയാകാൻ കാരണം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ദാരിദ്ര്യവും പ്രയാസവുമാണ് അതിൽ വന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരും നമ്മുടെ മക്കളെ വളർത്തുന്നതിനുള്ളൊരു പാഠമായി എടുക്കേണ്ടതാണ്. ഞാൻ അന്നേരം ഓർത്തുപോയി എൻ്റെ മകന്, കാരണം ഞാനും അദ്ദേഹത്തിൻ്റെ അത്രയും അല്ലെങ്കിലും ഏതാണ്ട് ഒരു ഇടത്തരം ദാരിദ്ര്യമൊക്കെ അനുഭവിച്ച് വളർന്നു വന്ന ഒരാളാണ്. ആ ദാരിദ്ര്യം എൻ്റെ വളർച്ചയ്ക്ക് ഒരു പക്ഷേ സഹായം ആയിരുന്നിരിക്കാം. പക്ഷേ എൻ്റെ മകൻ്റെ അച്ഛന് വലിയ സമ്പന്നൊന്നും അല്ലെങ്കിലും അവൻ്റെ ആവശ്യത്തിനുള്ള എല്ലാം സാധിച്ചു കൊടുക്കുവാൻ വളരെ ലളിത ജീവിതം നയിച്ചൊക്കെ. അവന് കോളേജിൽ പോയപ്പം ഏറ്റവും കൂടിയ ബൈക്ക് വേണം, വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അവന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഏതോ പുതിയൊരു കാറ് വേണം അവൻ ആവശ്യപ്പെട്ട ബ്രാൻഡ്, ഞാൻ അതും വാങ്ങിച്ചു കൊടുത്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നെ അവൻ്റെ ബോസ് വിളിച്ചു, ഡോക്ടർ മറ്റേ രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ, പൽക്കുവാല എന്ന് വിളിക്കപ്പെടുന്ന രാധാകൃഷ്ണൻ്റെ കീഴിലായിരുന്നു പ്രാക്ടീസ് ചെയ്തത്. എന്നെ വിളിച്ചു, ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നു. ആ പയ്യൻ നല്ലൊരു പയ്യനാണ്, നല്ലതായിട്ട് ഡ്രാഫ്റ്റിങ് നടത്തും, നല്ലൊരു വക്കീലാകാനുള്ള, നിങ്ങൾ അവനെ നശിപ്പിക്കരുത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനെങ്ങനെ മകനെ നശിപ്പിക്കുന്നത്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നാളെ തന്നെ ആ കാറ് വിൽക്കണം, വിറ്റിട്ട് അവനൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ വാങ്ങിച്ചു കൊടുത്താൽ അവൻ നാളെ നല്ലൊരു അഡ്വക്കേറ്റായി മാറും. പിള്ളേർക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വാങ്ങിച്ചു. ഞാൻ ഈ സംഭവം ഓർത്തുപോയി, ഇദ്ദേഹത്തിൻ്റെ പുസ്തകം കുട്ടിക്കാലത്ത് തട്ടിയ. കാരണം ഇന്ന് ഓരോ തലമുറ കഴിയുന്തോറും കൂടുതൽ ലക്ഷറിയസ് ആയിട്ട് സമ്പന്നതയിലേക്കാണ് സമൂഹം നീങ്ങുന്ന നിലകളിലുള്ള ഇതിലല്ല. അപ്പോൾ ഈ പുസ്തകം നൽകുന്ന ആദ്യത്തെ പാഠം, എനിക്ക് കിട്ടിയൊരു പാഠം, മക്കളെ വളർത്തുമ്പോൾ അവരുടെ ജീവിത പ്രയാസങ്ങളും ദരിദ്രമൊക്കെ അറിഞ്ഞ് വേണം വളർത്താനെന്നുള്ളതാണ്. അടുത്ത ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വൈകല്യങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ഒന്ന്, എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ തിയറി മാത്രമേ ഉള്ളൂ, പ്രാക്ടീസ് ഇല്ല. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ വിളിച്ചാൽ ഒരു ഫ്യൂസ് കെട്ടാൻ പോലും അറിയാത്ത സ്ഥിതിയാണ് ഇന്നത്തെ എഞ്ചിനീയർമാർക്കുള്ളത്.
പക്ഷേ കാലം മാറിയിരിക്കുന്നു. ബാലേന്ദ്രൻ ഇവിടെ ജപ്പാനിലെയും മറ്റു നൈപുണ്യ വികസനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ BA MA അനന്തമായ സാധ്യതകൾ വിദേശങ്ങളിലുണ്ട് വരും കാലങ്ങളിൽ. കാരണം അവിടെ യുവാക്കളില്ല. പക്ഷേ ഇവിടുത്തെ BA MA കൊണ്ട് പ്രയോജനമില്ല, എഞ്ചിനീയറിംഗ് കൊണ്ടും വലിയ പ്രയോജനമില്ല. കാരണം അവർക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ല വേണ്ടത്, എഞ്ചിനീയറിംഗ് നൈപുണ്യമാണ് വേണ്ടത്. അത് വേണമെന്നുണ്ടെങ്കിൽ തിയറി പഠിപ്പിക്കുന്നതിനോടൊപ്പം പ്രാക്ടിക്കലും കൂടി നടത്തണം. അത് നമുക്കില്ല. ആ ഒരു പാഠമാണ് ഈ കൃതി തരുന്ന രണ്ടാമത്തെ പാഠം. 3 പ്രോജക്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഇന്ന് കാര്യമായ പുസ്തകവും ഇല്ല, കുട്ടികളെ പഠിപ്പിക്കുന്നുമില്ല എങ്കിൽ അത് മറ്റൊരു വൈകല്യമാണ് ചെയ്യുന്നത്. പ്രോജക്റ്റ് മാനേജ്മെൻറ്റിനുള്ള ഒരു പാഠപുസ്തകമായി ഇതിനെ എടുക്കാം. ഇതിനെല്ലാം അതീതമായി പ്രാവർത്തികമാക്കാൻ പ്രയാസമുള്ള ഒരു പാഠമാണ് ഇതിൽ മറ്റൊന്ന് ഉള്ളത്. ഒന്ന്, ഒരു കൈക്കൂലിയും വാങ്ങിക്കാതെ സേവന സന്നദ്ധയോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി കഠിനാധ്വാനത്തിലൂടെ എങ്ങനെ പ്രവർത്തിക്കാം. ആ അധ്വാനത്തിൽ ജനങ്ങൾ നൽകുന്ന അംഗീകാരം, അധ്വാനം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സംതൃപ്തി, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 8-9 അംഗങ്ങളുണ്ടായിരുന്നു. അവർക്ക് ജീവിക്കാനുള്ള പണമില്ലാത്തത് കൊണ്ട് PWDയിലെ നല്ലൊരു ജോലി കിട്ടിയിട്ട് അത് കളഞ്ഞിട്ട് ശമ്പളം കൂടുതലുള്ള ഒരു ജോലിയിലേക്ക് അദ്ദേഹം പോയി. വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് വീട്ടിൽ കൂടുതൽ പൈസ അയക്കാൻ കൂടി. അപ്പോൾ ആ അയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ടും വീട്ടിലെ അനിയന്മാർക്കും കുടുംബത്തിനും കഴിയാൻ സ്ഥിതിയില്ലാതെ വന്നു. അപ്പോഴാണ് അടുത്ത വീട്ടിലെ ഡിപ്ലോമക്കാരൻ ഇദ്ദേഹം അയക്കുന്നതിനേക്കാളും ഇദ്ദേഹം ഇരിക്കുന്ന ഉദ്യോഗത്തിൻ്റെയൊക്കെ വളരെ താഴെ തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടുതൽ പൈസയും ആ വീട്ടുകാർ സമ്പന്നവും വീടും ഒക്കെയാണ്. കരാറുകാരുടെ മുമ്പിലൊന്ന് തലകുനിച്ചാൽ, ഒന്ന് കൈ നീട്ടിയാൽ എത്ര പണവും എഞ്ചിനീയർമാർക്ക് കിട്ടും. പണ്ടൊക്കെ അച്ഛനമ്മമാർ എഞ്ചിനീയറിങ്ങിന് മക്കളെ അയക്കുന്നത് തന്നെ നല്ല കൈക്കൂലി കിട്ടുന്ന ഉദ്യോഗം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ്. പക്ഷേ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസം വന്നിട്ടും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നല്ലാതെ കൈക്കൂലി വാങ്ങിച്ചോ തെറ്റായ മാർഗങ്ങളിലൂടെയോ 1 രൂപ പോലും വാങ്ങിക്കാത്തൊരു ജീവിതം നയിക്കുക എന്നുള്ളത് ഇത് അനുകരിക്കാൻ പ്രയാസമുള്ളതാണെങ്കിലും അനുകരിക്കേണ്ടതാണ്. ഇന്നത്തെ PWD എഞ്ചിനീയർമാരും യുവാക്കളും എല്ലാം അറിയേണ്ടതാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും അറിയേണ്ടതാണ്. കാലോചിതമായ മാറ്റങ്ങൾ എങ്ങനെ വരുത്തണം, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത എന്താണ്, തിയറി പഠിപ്പിക്കുന്നതിനോടൊപ്പം പ്രാക്ടിക്കലും പഠിപ്പിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയെ കൂടി ഉണർത്തുന്ന ഒരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഇനി പ്രസംഗിക്കുന്നവർ പറയും. അതുകൊണ്ട് ഓരോ അധ്യായം തിരിച്ചുള്ളൊരു വിലയിരുത്തലിന് ഞാൻ ഇത് മുതിരുന്നില്ല. ഡോക്ടർ ദത്തനോടൊരു അപേക്ഷയുണ്ട്. ജീവചരിത്രം ഇറങ്ങിയോ? ആത്മകഥയോ മറ്റോ ഇറങ്ങിയോ? എഴുതി എന്നത്തേക്ക് ഇറങ്ങും? അല്ല, അതിലും നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പ്രഭാകരനെ മാതൃകയാക്കേണ്ടതാണ്. അദ്ദേഹം ഏത് ജോലി ഏറ്റെടുക്കുന്നതും ഏത് പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതും സമയബന്ധിതമായിട്ടാണ്. നമ്മുടെ ഇവിടെ ഏത് പ്രോജക്റ്റ് PWD ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചാൽ, ഇലക്ട്രിസിറ്റി ഒരു പ്രോജക്റ്റ് ആരംഭിച്ചാൽ പിന്നെ അത് തീരുന്ന അനന്തമായി നീണ്ടുകൊണ്ടിരിക്കും. ഇനി അഥവാ തീർന്നാൽ തന്നെ അതിനുവേണ്ടി ആരംഭിച്ച ഓഫീസ് അവർ പൂട്ടത്തുമില്ല. അതിൻ്റെ ജീവനക്കാർ പിന്നീട് അവിടെ തുടരുകയും ചെയ്യും. ഇവിടെ പ്രഭാകരൻ കരീൻ്റെ നിർമ്മാണത്തിൽ അദ്ദേഹം തന്നെ ഒരു പാഠം നൽകുന്നുണ്ട്. അത് പ്രകൃതി സൗഹൃദമായിട്ടുള്ളതായിരിക്കണം. അതോടൊപ്പം എൻജിനീയറിംഗ് വിദ്യയും കലയെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ളൊരു നിർമ്മാണ വിദ്യയാണ് അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് ഏത് ഏറ്റെടുത്താലും സമയബന്ധിതമായ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാൻ. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ ഒരുപാട് സാഹസികതകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ ജോലിക്ക് പോകുമ്പോൾ പല രോഗങ്ങളെ, വളരെ മാരകമായ രോഗങ്ങളും വേദന സഹിച്ചുകൊണ്ടാണ്. കാരണം കുട്ടിക്കാലത്തെ ദാരിദ്ര്യം കൊണ്ടാണ് കായികക്ഷമത ഇല്ലാതെ പോയത്. ആ ആവശ്യതകളെല്ലാം പരിഹരിച്ചുകൊണ്ട്, ആ പ്രതിബന്ധങ്ങളെല്ലാം തട്ടി നീക്കിക്കൊണ്ടാണ് അഭിമാനത്തോടു കൂടി അദ്ദേഹം പറയുന്നത്, എൻ്റെ ജീവിതയാത്ര ഒരു സഫലമായ യാത്രയായിരുന്നു എന്ന് പറഞ്ഞു. ഇത് എൻജിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. അടുത്തായി പുസ്തക പ്രകാശന ചടങ്ങാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് ദത്തൻ സാറിനെ, സ്വീകരിക്കുന്നതിന് സുഗീത മാഡത്തിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ബാലേന്ദ്രൻ സാർ, തമ്പാൻ സാർ, പ്രഭാകരൻ സാറിന് എനിക്ക് പ്രത്യേകിച്ച്
പറയേണ്ട കാര്യമില്ല. എൻ്റെ കൊളീഗായിരുന്നു, ഇപ്പോഴും ഏറ്റവും അടുത്ത സുഹൃത്താണ്. മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അത് ഞാൻ ബാലേന്ദ്രൻ സാറ് പറഞ്ഞാൽ എനിക്കൊരു ഡ്യൂട്ടി തന്നിട്ടുണ്ട്, ഇത് എന്ത് ചെയ്യണമെന്നുള്ളത്. അതിനെക്കുറിച്ചിട്ടൊരു വാക്ക് പറയാം. അതായത് റിട്ടയർ ചെയ്യാൻ പാടില്ല, ആരും പെൻഷൻ പറ്റാൻ പാടില്ല, ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യണം. ഏറ്റവും നല്ല ആശയമാണ്. വൺ കണ്ടീഷൻ, പ്രതിഫലം കൂടാണ്ട് ജോലി ചെയ്യാൻ തയ്യാറാകണം. ആകുമോ? അതായത് പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും വേണമെങ്കിലും വോളണ്ടറിയായിട്ട് വന്നിട്ട് ഞാൻ വേണ്ട സർവീസ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സ്ഥാപനത്തിന് ചെയ്യാമെന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നവർക്ക് പോകാനും വരാനും ഇരിക്കാനുമുള്ള ഓഫീസ് മാത്രം കൊടുത്തിട്ട് ചെയ്യാൻ സൗകര്യമുള്ളവർ വരണം, ചെയ്യണം. അങ്ങനെ ചെയ്യുമോ? ഇവിടെ ചീഫ് സെക്രട്ടറി റാങ്കിൽ ഇരുന്ന് റിട്ടയർ ചെയ്യുന്ന ഒരു വ്യക്തിയും വീട്ടിയിരിക്കുന്നില്ല. അവർക്ക് എല്ലാവർക്കും പണ്ട് കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടി ശമ്പളത്തിൽ അവരെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. ആ ശമ്പളം വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാനിപ്പം മുഖ്യമന്ത്രിയുടെ കൂടെ 2 ടേമിലായിട്ട് 8.5 വർഷം കഴിഞ്ഞു, 9ാമത്തെ വർഷമാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെപ്പോലൊരു ഭൂലോക മണ്ടനെ കണ്ടിട്ടില്ല എന്ന്. കാരണം എനിക്ക് റെമ്യൂണറേഷൻ വേണ്ടെന്ന് തുടക്കം തൊട്ടേ ഒരു തീരുമാനം ഞാൻ എടുത്തു, മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം അത് സമ്മതിച്ചു, ഓർഡറാക്കി. കണക്ക് കൂട്ടിയിട്ട് ഈയിടെ ഒരാൾ എൻ്റെ അടുത്ത് പറയുകയാണ് നിങ്ങൾ 2 കോടി രൂപയാണ് 10 വർഷം കൊണ്ട് വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. കണക്ക് വെച്ചിട്ട് നമുക്കൊരു കിട്ടേണ്ട റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് പേ ഡ്രോൺ മൈനസ് പെൻഷനാണ്. അപ്പോൾ എനിക്കൊരു 1.5 ലക്ഷം രൂപ മാസം കിട്ടേണ്ടതാണ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. അങ്ങനെ 10 വർഷം 120 മാസത്തേക്കുള്ളത്. എന്ത് പോഷ്കാണ് കാണിച്ചതെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. സാറ് പറഞ്ഞല്ലോ, തമ്പാൻ സാറ് പറഞ്ഞല്ലോ ഇൻറ്റഗ്രിറ്റിയുടെ കാര്യം. ആ തീരുമാനം ഞാൻ എടുത്ത് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കാരണം ഒരു ഓഫീസ് തന്നിട്ടുണ്ട്, പോകാനും വരാനും ഒരു കാറും ഡ്രൈവറും തന്നിട്ടുണ്ട്. അതിനപ്പുറം ഫോണിൻ്റെ പോലും പൈസ മേടിക്കാറില്ല. അപ്പം അതുകൊണ്ട് ആ തീരുമാനത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന മനസ്സിൻ്റെ സന്തോഷവും സുഖവും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. അതറിയണമെങ്കിൽ കറപ്ഷൻ എന്ന വാക്ക് എന്താണെന്ന് നമ്മൾ അറിയണം. കറപ്റ്റ് എന്നുള്ള വാക്കിൽ നിന്നാണ് കറപ്ഷൻ വന്നത്. കറപ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ചീഞ്ഞു പോവുക എന്നാണ്, മലിനപ്പെട്ടു പോവുക. അതാണ് കറപ്റ്റ്. എന്താ ഇതിലെങ്ങനെ ഈ കശുവലി മേടിക്കുമ്പം എന്താണ് മലിനപ്പെട്ടു പോകുന്നത്? നിങ്ങളുടെ മനസ്സ് മലിനപ്പെട്ടു പോവുകയാണ്. മനസ്സ് ഡീക്കേ ചെയ്യുന്നു. ഓരോ കശുവലിയും മേടിക്കുന്നവൻ്റെ മനസ്സ് അവിടെ ഇരുന്ന് മലിനമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതാണ് പ്രഭാകരൻ സാറ് ഈ പല ആവർത്തി പൊതിയും കൊണ്ട് ഓരോരുത്തർ വന്നു കഴിഞ്ഞിട്ട് വേണ്ടെന്ന്. ISROയുടെ ചരിത്രത്തിൽ കൈക്കൂലി വാങ്ങുന്നത് സാധാരണ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ കുറവാണ്. എന്നാലും വളരെ അപൂർവമായിട്ടുള്ള കേസ് ഞാൻ ഈ 3 സെൻറ്ററിലും ഡയറക്ടറായിട്ടിരുന്ന സമയത്ത് പലതും നോട്ട് ചെയ്യുകയും പിടിക്കുകയും വാൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ തുച്ഛമായിട്ട്, എണ്ണം കുറവായിരിക്കും. പക്ഷേ ഇല്ലയെന്ന് പറ്റില്ല. കാരണം പ്രലോഭനങ്ങൾ വരുമ്പോൾ അതൊരു മനുഷ്യ സഹജമായ വാസനയായിട്ട് വരും. അതാണ് പുള്ളി ഓവർകം ചെയ്തത്. ഇനി പുസ്തകത്തിനെ കുറിച്ച് ശരിക്കും ഈ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ എഴുതി തുടങ്ങിയപ്പോഴും ഞാനും പ്രഭാകരൻ സാറും ക്ലോസായിട്ടിരുന്നാണ് അതിനെക്കുറിച്ച് തീരുമാനിച്ചത്. എഴുതണമെന്നും പ്രസിദ്ധീകരിക്കണമെന്നും പറഞ്ഞ് തീരുമാനിച്ച അന്ന് ഇതുപോലെ ഒരു ട്രസ്റ്റിൻ്റെ സഹായം ഇല്ലാത്ത കാരണം ഒന്ന് പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി. അത് വേറെ കാര്യം. അത് പ്രസിദ്ധീകരിച്ച ചടങ്ങിലും ഞാനുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അതൊരു മലയാളത്തിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി റീഡബിളായിട്ട് ആൾക്കാർക്ക് സന്തോഷമായിട്ട് വായിക്കാൻ ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുന്നത് പോലെ വായിച്ചു പോകാൻ സാധിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം KM നായരുടെ സഹായത്താൽ അത് ചെയ്തത്. പക്ഷേ തമ്പാൻ സാറ് പറഞ്ഞതിന് 100% ഞാൻ എഗ്രി ചെയ്യുന്നത്. ഒരു നോവൽ വായിക്കുന്നത് പോലെ നമുക്ക് ആ സംഭവങ്ങളും ഗതികളും നല്ല ഭാഷയിൽ ലളിതമായിട്ട് അത് തർജ്ജിമ ചെയ്ത് നല്ല പ്രസൻറ്റേഷനോടി നമുക്ക് വായിക്കാൻ കിട്ടി. 2-3 ദിവസം കൊണ്ട് ഈ മലയാള വേർഷൻ എനിക്ക് വായിച്ചപ്പോൾ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചതിനേക്കാളും സന്തോഷം തോന്നി.
തമ്പാ സാറ് പറഞ്ഞത് 100% ശരിയാണ്. എന്നെ ഏറ്റവും ടച്ച് ചെയ്ത പോർഷൻ ആ ബാല്യകാലത്തെ ദുരിതം, അക്ഷരാർത്ഥത്തിൽ ആ സംഭവങ്ങളെല്ലാം എൻ്റെ മനസ്സിലും അതുപോലെ തന്നെ ഉണ്ട്. ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയതാണ്. കാരണം ബാക്കിയുള്ള പോർഷൻസ് ISROയിൽ അദ്ദേഹത്തിൻ്റെ ലോങ് പീരീഡ് ചരിത്രം മുഴുക്കെ എനിക്കറിയാവുന്നതാണ്. കാരണം ആ സമയത്ത് ഞാനും ഒരു മെമ്പറാണ്. അദ്ദേഹം ജോയിൻ ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ തമ്മിൽ നല്ല പ്രായവ്യത്യാസം ഉണ്ടെങ്കിലും ആ ചരിത്രങ്ങളും അവിടെയുള്ള ഒഫീഷ്യൽ കാര്യങ്ങളും എവിടെയെല്ലാം നിർമ്മാണ പ്രവർത്തനം ഉണ്ടായെന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്കതിലൊരു പുതുമ തോന്നിയില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം വന്ന വഴി എന്നെപ്പോലെയല്ല. ഞാനൊക്കെ പാസ്സായി കഴിഞ്ഞ 1 വർഷത്തിനകം തന്നെ ISROയിൽ ജോയിൻ ചെയ്ത് 44 വർഷം ISROയിൽ വർക്ക് ചെയ്ത ആളാണ് ഞാൻ. ആർക്കും ഇതുപോലെ ഒരു 43.5 വർഷം കൃത്യമായിട്ടും 20 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് 64ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ഈ കംപ്ലീറ്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ശ്രീഹരിക്കോട്ട എന്ന് പറയുന്ന ആ കേന്ദ്രം വളരെ വർഷം അദ്ദേഹം വർക്ക് ചെയ്തിരുന്നതാണ്. ശ്രീഹരിക്കോട്ട എന്ന് പറയുന്ന കേന്ദ്രം എല്ലാവരുടെ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ആ വിക്ഷേപണ കേന്ദ്രം നിങ്ങൾ കാണണം. അത് കണ്ടു കഴിയുമ്പം യു ഫീൽ പ്രൗഡ് ഓഫ് ബീയിങ് ആൻ ഇന്ത്യൻ. അത്ര മാർവലസ് ടെക്നോളജിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ശ്രീഹരിക്കോട്ടയിൽ ISRO നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഏത് രാജ്യങ്ങളോടും കിടപിടിക്കത്തക്ക രീതിയിലുള്ള ഫെസിലിറ്റീസാണ്, ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മൾ നിലവിലുണ്ടാക്കിയിരിക്കുന്നത്. അത് കണ്ടു തന്നെ ഞാനവിടെ ഡയറക്ടറായിട്ടൊരു ഏകദേശം 5 വർഷം, ആകെ 10 വർഷം ഇരുന്നതിൽ 5 വർഷം ഡയറക്ടറായിട്ട് ഇരുന്ന സമയത്ത് എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും, ക്ലാസ്മേറ്റ്സിനെയും, എൻ്റെ എഞ്ചിനീയറിംഗ് ക്ലാസ്മേറ്റ്സിനെയും പ്രീ ഡിഗ്രി ക്ലാസ്മേറ്റ്സിനെയൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് ഈ സ്ഥാപനം. ആ ഫെസിലിറ്റികൾ നിർമ്മാണത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. ഞാൻ ആ നിർമ്മാണത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ട ആളല്ല പ്രഭാകരൻ സാറിനെ പോലെ. അത് വളരെ കൃത്യമായിട്ടുണ്ട്. ഇതിനിടയിൽ അദ്ദേഹം പറഞ്ഞ ജീവചരിത്ര കഥയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് രസകരമായ ഒന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ ടൈറ്റിൽ പ്രയത്നങ്ങളും പ്രയാസങ്ങളുമല്ല, പ്രയത്നത്തിൻ്റെ കൂടെ പ്രയാസങ്ങളുണ്ടാകും, അതാരും പറയേണ്ട കാര്യമില്ല. സന്തോഷങ്ങളാണ്. എൻ്റെ ജീവിതം തന്നെ സഫലമായി എന്ന് അദ്ദേഹം പറയുമ്പം സന്തോഷമാണ് അതെല്ലാം. ഈ പ്രയാസങ്ങളൊന്നും ആ സമയത്ത് നമ്മൾ നേടിയ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ വയ്ക്കുമ്പോൾ അതൊന്നും ഒരു പ്രയാസമായിട്ട് നമുക്ക് തോന്നില്ല. വി ആർ എൻജോയിങ് ദി വർക്ക്. അങ്ങനെയാണ് പ്രഭാകരൻ സാറ് ജോലി ചെയ്തത്. പിന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത്, യു ജസ്റ്റ് ഇമാജിൻ ഹൗ ഓൾഡ് ഈസ്. ഈ പ്രായത്തിൽ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക മാത്രമല്ല, പഴയ ബജാജ് സ്കൂട്ടർ ഓടിച്ച് ടെന്നീസ് കളിക്കാനും പോകുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഭയങ്കര അതേപോലൊരു ബജാജ് സ്കൂട്ടർ എനിക്കുണ്ടായിരുന്നു. എൻ്റെ 2 ആമ്പിള്ളേർ വെളിയിൽ നിന്ന് സമരം ചെയ്ത് ആ സ്കൂട്ടർ എൻ്റെ നിന്ന് വിപ്പിച്ച് കളഞ്ഞു. ഒരു ദിവസം, ഒരു 8-10 വർഷത്തിന് മുമ്പ് ഒരു ദിവസം ഭാര്യയും കൂട്ടി പോയ കൂട്ടത്തിൽ അത് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. 2-3 പ്രാവശ്യം ചവിട്ടുകയും ഒന്ന് തള്ളുകയും ചെയ്യേണ്ടി വന്നു. ആ സീൻ പറഞ്ഞ് പിള്ളേരെ കൊണ്ട്, അമ്മയെ കൊണ്ട് അതെന്നെ വിൽപ്പിച്ചു കളഞ്ഞു. അത് കാരണം ഇപ്പോൾ ഓട്ടോറിക്ഷയാണ് തരണം. പ്രഭാകരൻ സാറിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പോഴും സ്കൂട്ടർ ചവിട്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ ക്ലബിൽ പോകും, ടെന്നീസ് കളിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഉള്ള ആ ജീൻസിലുള്ള ഒന്ന് സൈക്കിൾ ചവിട്ടുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഒരു ഏറ്റവും വലിയ കാര്യം, സൈക്കിൾ ചവിട്ടുക. അതിപ്പോൾ സ്കൂട്ടറായിരുന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് ടെന്നീസ് കളിക്കാനും ബാഡ്മിൻ്റൺ കളിക്കാനും നല്ല തുടക്കം തൊട്ടേ എന്നുണ്ടായി. ഇൻ്റർമീഡിയറ്റ് അദ്ദേഹം എഞ്ചിനീയർ ആകുമെന്നൊന്നും സ്വപ്നത്തിലും വിചാരിച്ചിരുന്നില്ല. ഇൻ്റർമീഡിയറ്റ് വിളയിൽ പോകുമെന്ന് വിചാരിച്ചില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൃഷിയിലേക്ക് പാടത്ത് ഉഴുകാനായിട്ട് അച്ഛൻ കൂട്ടിക്കൊണ്ടു പോയതാണ്. സ്കൂളിലെ അധ്യാപകന്മാരിത് കണ്ടിട്ട് സങ്കടപ്പെട്ട് പറഞ്ഞു, ഈ പയ്യനെ നിങ്ങളിങ്ങനെ കന്നുകൂട്ടാനായിട്ട് ഇറക്കരുത്, എന്തെങ്കിലും പഠിപ്പിക്കണമെന്നും പറഞ്ഞ് നിർബന്ധം. അന്നത്തെ വീട്ടിൻ്റെ ഗതി അതായിരുന്നു. അങ്ങനെ ടീച്ചർമാർ നിർബന്ധിച്ചിട്ടാണ് പഠിക്കാനായിട്ട് ഇൻ്റർമീഡിയറ്റിന് വിട്ടത്. അന്ന് ഇൻ്റർമീഡിയറ്റ് ആയിരുന്നു. ആ ഇൻ്റർമീഡിയറ്റിന് പഠിച്ചു കഴിഞ്ഞ ശേഷം എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നുള്ള ഒരു മോഹവും അദ്ദേഹത്തിനില്ലായിരുന്നു. അദ്ദേഹത്തിന് ധനതത്വശാസ്ത്രം പഠിച്ച് LLBയും പാസ്സായി ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള രീതിയിൽ കഴിയണമെന്നുള്ളതായിരുന്നു ബേസിക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മോഹം. അപ്പോൾ നമ്മൾ ഓരോ രീതിയിൽ ചിന്തിക്കുമ്പോഴും, പിന്നെ ഒരേ ഒരു കാര്യം
എഞ്ചിനീയറിങ്ങിന് പോയതെന്ന് വെച്ചാൽ എഞ്ചിനീയറിങ് പാസ്സായി കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും. ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബത്തിന് നമുക്കൊരു സഹായം കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടാണ് അതിലേക്ക് തിരിഞ്ഞത്. അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജ്, ഇവിടുത്തെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്നിപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരിൽ ഈസ് വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ്. 57-61 പീരീഡിലാണ് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ അദ്ദേഹം ഗ്രാജുവേഷൻ എടുത്തത്. ആദ്യം തുടക്കത്തിൽ ആ എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ PMG ജംഗ്ഷനിലായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജ് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാറിയത്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് കിട്ടിയിട്ടുള്ള പല ജോലികൾ, ആദ്യത്തെ ജോലി കണ്ണൂരിൽ തന്നെ ഉള്ള ഒരു PWD ഡിപ്പാർട്ട്മെൻറ്റിൽ ടെമ്പററി ജോലിയായിട്ടുള്ള ഒരു ചെറിയ കൺസ്ട്രക്ഷൻ, തടയണ ഉണ്ടാക്കുക പോലെയുള്ള ആയിരുന്നു. അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് MES കയറിയത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ നാവൽ ബേസിൽ പോയിട്ട് MES, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്. അത് ഏറ്റവും വലിയ ഒരു എൻ്റെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ അദ്ദേഹം അന്ന് ആ ജോലിക്ക് പോയ സമയത്തും അവിടെ നിന്ന് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ 331 രൂപ ശമ്പളത്തിലാണ് മാസം. അത് നല്ല ശമ്പളമാണ് അന്നത്തെ ശമ്പളം. അന്ന് PWD ജൂനിയർ എഞ്ചിനീയർക്ക് 150 രൂപയെ ശമ്പളമുള്ളൂ. ആ 331 രൂപ എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഞാൻ ISROയിൽ ആദ്യം ജോലിക്ക് കയറി കഴിയുമ്പോൾ എൻ്റെ ശമ്പളം 531 രൂപയായിരുന്നു. എൻ്റെ ആ പേ സ്ലിപ്പ് ഇപ്പോഴും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ. 531 രൂപ അന്ന് കിട്ടുമ്പം എല്ലാ ചിലവും കഴിഞ്ഞൊരു 150 രൂപ കയ്യിൽ ബാക്കിയാണ്. ചിലവില്ല, അത്ര പരിമിതമാണ്. ഞാൻ അതിൽ കമ്പയർ ടു ദാറ്റ് എന്തുകൊണ്ട് നമുക്ക് അത്ര പരിമിതമാണെന്നുള്ള വെച്ചാൽ, അങ്ങനെ അദ്ദേഹം MESൽ കയറി. MESനാണ് BROയിൽ പോയത്, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആസാം ഭൂട്ടാൻ അതിർത്തിയിലുള്ള കൺസ്ട്രക്ഷൻ ചെയ്തില്ല 1-2 വർഷം. പക്ഷേ അദ്ദേഹത്തിന് അന്ന് അവിടെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും ഹെൽത്തി ആയിട്ട് ഇങ്ങനെ സ്മാർട്ടായിട്ടിരിക്കുന്ന ഇദ്ദേഹത്തിന് എന്തെല്ലാം ശാരീരിക അസുഖം വന്നിട്ടുണ്ട്. ഈ യങ് ഏജിൽ 22-23 വയസ്സിൽ പുള്ളിക്ക് ഹാർട്ട് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് വിട്ടു. നിങ്ങൾക്ക് ഇതുപോലുള്ള ജോലി ചെയ്യാൻ പറ്റില്ല, നിർമ്മാണ പ്രവർത്തനത്തിന് പറ്റിയല്ല അത്. അത് റിപ്പോർട്ടും കൊണ്ട് മെഡിക്കൽ കോളേജിലൂടെ വന്ന് ഡോക്ടർ ഗോപിയുടെ അടുത്ത് വന്ന് കംപ്ലീറ്റ് ചെക്കപ്പ് കഴിഞ്ഞത്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഏത് ജോലിക്ക് വേണമെങ്കിലും പൊയ്ക്കൊള്ളെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് വീണ്ടും പൂനെയിൽ MESൽ പോയി. അവിടെ വീണ്ടും പ്രൈവറ്റ് MES തന്നെ വർക്ക് ചെയ്തു. ഏകദേശം ഈ പലതരത്തിലായിട്ട് 10 വർഷം അദ്ദേഹം ഇങ്ങനെയുള്ള നിർമ്മാണ ജോലികൾ പലയിടത്തായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം കല്യാണം കഴിച്ച് എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്തു. കല്യാണം അപ്പോഴേ കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റിൽ ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് ISROയിലേക്ക്. ISROയിലല്ല, അദ്ദേഹം ജോയിൻ ചെയ്ത് ബാർക്കാണ്, ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്ററാണ് ISRO എന്നുള്ള സ്ഥാപനത്തിൻ്റെ ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ കീഴിലൊരു സബ് ഡിവിഷനായിട്ടാണ് ഈ തുമ്പയിലെ റോക്കറ്റിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം തുടങ്ങിയത്. സാരാഭായിയൊക്കെ ബാർക്കിൻ്റെ ആൾക്കാരായിരുന്നു. അവിടെ നിന്ന് ഡെപ്യൂട്ടേഷനിലാണ് ഈ ഇത് തുടങ്ങിയത്. അന്ന് ആ ബാർക്കിൽ ജോയിൻ ചെയ്ത അദ്ദേഹം പിന്നെ ISROയിലേക്ക് ആൾക്കാർക്ക് ഒരു ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾക്ക് ആറ്റോമിക് എനർജിയിൽ കണ്ടിന്യൂ ചെയ്യണോ ISROയിൽ വേണമെന്ന് ചോദിച്ചപ്പോൾ ISROയിൽ വേണമെന്ന് പറഞ്ഞ് ചെയ്താണ് ഈ ISROയുടെ സ്റ്റാഫായിട്ട് വന്നിട്ടുള്ളത്. വളരെ രസകരമായിട്ടുള്ള, മറ്റുള്ളവർക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ മറ്റുള്ളവർക്ക് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് ജോലി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും 1984 ശ്രീഹരിക്കോട്ടയിൽ സൈക്ലോൺ കൊണ്ടൊരു ഡാമേജ് ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കണേ, ശ്രീഹരിക്കോട്ട എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്. 3 സൈഡിലും കടലും ഒരു സൈഡിൽ ലേക്കുമാണ്, കായലും. ആ കായൽ ഈ സ്ഥലം കണ്ടുപിടിച്ചത് ഹെലികോപ്റ്ററിൽ പോയി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ബോട്ടിലാണ്, വള്ളത്തിലാണ്, സാധാ കൺട്രി വള്ളത്തിലാണ് അവിടെയുള്ള താമസക്കാരെല്ലാവരും അടുത്ത 15-17 കിലോമീറ്റർ അകലെയുള്ള സുലൂർപ്പെട്ട എന്ന് പറഞ്ഞ വില്ലേജിൽ കാര്യങ്ങൾക്ക് വരുന്നത്. അല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗമല്ല. ഈ 17 കിലോമീറ്റർ ദൂരം ISRO ഒരു റോഡ് ഉണ്ടാക്കിയതാണ്. ഈ സൈക്ലോൺ വന്നു കഴിഞ്ഞപ്പോൾ ആ റോഡും അതിൻ്റെ കാര്യങ്ങളും പാലങ്ങളും എല്ലാം ഒലിച്ചുപോയി, ഒന്നുമില്ലാണ്ടായി. ആ സമയത്ത് തിരുവനന്തപുരത്തായിരുന്ന VSSCയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ സർവീസ് വർഷങ്ങളോളം ശ്രീഹരിക്കോട്ടയിൽ ഇരുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ പൊക്കി നേരെ അങ്ങ് കൊണ്ടുപോയി അതെല്ലാം പഴയപടിയാക്കാനായിട്ട്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. കാരണം ആ റോഡ് പുനഃസ്ഥാപിക്കണം, അതുവരെ ആൾക്കാർക്കുള്ള ആഹാരം മുഴുവൻ ഹെലികോപ്റ്ററിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ടു പോയി. ആ ദ്വീപിൽ താമസിച്ചിരുന്ന 10,000-1,500 പേരും ബാക്കി ആൾക്കാർ എല്ലാവരും ഒറ്റപ്പെട്ടു പോയി. അതൊരു വല്ലാത്ത ചലഞ്ചിങ് ജോബാണ്. പിന്നെ നമ്മൾ ഓരോ ചലഞ്ചിങ് ജോബും ചെയ്ത് കഴിയുമ്പം നമുക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടല്ലോ,
അതാണ് പ്രതിസന്ധിയുള്ള മറ്റ് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങുമ്പം നമുക്കൊരു സപ്പോർട്ടായിട്ട് തരുന്നത്. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്ന് രണ്ട് കഥകൾ. ഈ ശേഷൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. വലിയ IAS ഓഫീസർ, ടെറർ ഇലക്ഷൻ കമ്മീഷൻ എന്താണെന്ന് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തൊക്കെ ശേഷനാണെന്നൊക്കെ. അദ്ദേഹം ഈ ISROയ്ക്ക് വേറൊരു പ്രത്യേകത ഉള്ളത്, അവിടുത്തെ ഭരണത്തിനും അഡ്മിനിസ്ട്രേഷനും ഒരു അഡീഷണൽ സെക്രട്ടറി, ഒറ്റ IAS ഓഫീസർ അല്ലാണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വേറെ നമ്മൾ ആരെയും അടുപ്പിക്കില്ല. അടുപ്പിച്ചാൽ പോയി. എല്ലാ സെൻറ്ററിൻ്റെയും കേന്ദ്രാധിപൻ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റോ ആയിരിക്കും. അത് അവിടെ നിന്ന് തന്നെ പൊങ്ങി വരുന്ന ആളായിരിക്കണം. വെളിയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ബിക്കോസ് അതാണ് വിക്രം സാരാഭായി ഉണ്ടാക്കിയ സംസ്കാരം, കൾച്ചർ. വിക്രം സാരാഭായി ഉണ്ടാക്കിയ സംസ്കാരം എന്ന് പറയുന്നത് കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും സദ്ഭാവനയോടുകൂടി ഒരുമിച്ചാണ്, ഒരുപോലെയാണെന്ന് കാണണം. അതെന്തുകൊണ്ടാണ് സാരാഭായിക്ക് അങ്ങനെ വന്നതെന്നറിയാം? അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കണം. സാരാഭായി ഏറ്റവും റിച്ചായിട്ടുള്ള അഹമ്മദാബാദിലെ ഗുജറാത്തിലെ ഒരു കുടുംബത്തിൽ ജനിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനില്ലാത്ത ബിസിനസ്സില്ല. നിങ്ങൾ ഏത് ബിസിനസ് പറയുമോ, ടെക്സ്റ്റൈലാണോ, ഗ്ലാസ് ആണോ, കെമിക്കൽസ് ആണോ, മാനേജ്മെൻ്റ് ആണോ, ഇൻസ്റ്റിറ്റ്യൂഷനാണോ, എല്ലാ ബിസിനസ്സുകളും ഉള്ളൊരു ഫാമിലിയിൽ വളർന്നു. ഒരു വലിയ ക്യാമ്പസിൽ, ആ ക്യാമ്പസിൽ അദ്ദേഹം ജീവിക്കുന്ന ക്യാമ്പസിൽ തന്നെയാണ് ഈ തൊഴിലാളികൾക്കുള്ള എല്ലാവരുടെയും ക്വാർട്ടേഴ്സ്. ഈ തൊഴിലാളികളുടെ മക്കളും ഇവരെ സാരാഭായിയുടെ അച്ഛൻ ഉള്ള സമയത്ത് സാരാഭായിയും സഹോദരങ്ങളും എല്ലാം ഒരുമിച്ചൊരു ക്യാമ്പസിൽ ജനിക്കുകയും ജീവിക്കുകയും കളിക്കുകയും ഒരുമിച്ചും പഠിക്കുകയും ചെയ്യുന്നവരാണ്. അതാണ് ആ ഭാവന വന്നത്. കൂടെ ഉള്ളവരെ ഒരുപോലെ ഒരേ തരത്തിൽ കാണാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ്, ആ സംസ്കാരമാണ് ISROയ്ക്ക് ഇന്നും ഉള്ളത്. വേറെ ഒരിടത്തും നമുക്കത് കാണാൻ സാധിക്കില്ല. ഞാൻ ആലോചിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എവിടെയെങ്കിലും ഏത് ബാക്കി ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാൽ ഓഫീസേഴ്സ് വേറെ, ടെക്നീഷ്യൻസ് വേറെ, താഴെ ക്ലാസ് 4 ജീവനക്കാർ വേറെ. നോ, PSSC ISRO ആയിട്ടുള്ള ഏത് ഫംഗ്ഷനിലും നിങ്ങൾക്കൊരു ലഞ്ചോ ഡിന്നറോ ഉണ്ടെങ്കിൽ ക്യൂ നിൽക്കുന്നത് എല്ലാവരും ഒരുമിച്ചാണ്. മുമ്പേ ആരും പോവില്ല. ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഒരു ഓഫീസേഴ്സ് ക്യാൻറ്റീൻ അവിടെ ഇല്ല. ഞാൻ ഡയറക്ടറായിട്ട് 10 വർഷത്തോളം 3 സെൻറ്ററിൽ ഡയറക്ടറായിട്ട് ഇരുന്നിട്ടുണ്ട്. ഈ 10 വർഷവും സാധാ ക്യാൻറ്റീനിൽ തന്നെ പോയാണ് ഞാൻ പ്ലേറ്റ് മീൽസ് എടുത്ത് തന്നെ കഴിച്ചിട്ടുള്ളത്. ദ ഡയറക്ടർ ആൾസോ. എനിക്ക് ഒരു പ്രിവിലേജേ അവർ തരൂ. ക്യൂവിൽ നിൽക്കാൻ എന്നെ സമ്മതിക്കില്ല. ഒരു ഒഴിഞ്ഞ മേശ കാണും, ഞാൻ അവിടെ പോയി ഇരിക്കുക. ആ പ്ലേറ്റ് അവർ എടുത്തുകൊണ്ട് എൻ്റെ മേശപ്പുറത്ത് വെച്ച് തരും, കുടിക്കാനുള്ള വെള്ളവും വെച്ച് തരും. അതല്ലാണ്ട് വേറെ ഒരു പ്രിവിലേജും തരില്ല. ഇപ്പോഴും അതാണ്. ആ കൾച്ചർ ഉണ്ടാക്കിയത് സാരാഭായിയുടെ സമയം തൊട്ടുള്ള കൾച്ചർ ഓരോ ചെയർമാന്മാരും അതുപോലെ കൊണ്ടുവന്നു. അതുകൊണ്ട് എംപ്ലോയീസ് ആർ എക്സ്ട്രീംലി ഹാപ്പി. അവർക്ക് ഗ്രീവാൻസ് ഇല്ല. കാരണം അവരുടെ ഗ്രീവാൻസ് എന്ന് പറയുന്നത് അവർ അറിയുന്നതിന് മുമ്പ് അത് നടത്തി കൊടുക്കും. അതുകൊണ്ടാണ് അവിടെ ഈ അസോസിയേഷൻ്റെയും യൂണിയൻ്റെയും ഒന്നും നേതാക്കൾക്ക് വലിയ പ്രസക്തി ഇല്ലാണ്ട് പോണത്. അവസാനം ആ നേതാക്കൾ തന്നെ നമ്മളുടെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സാറേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നമ്മളും കൂടെ അറിഞ്ഞ് ചെയ്യണേന്ന്, അല്ലെങ്കിൽ അവർക്ക് എക്സിസ്റ്റൻസ് ഇല്ലാണ്ട് പോകും. ഇവിടെ അറിയാം, എനിക്കറിയാം, അശോകനുണ്ട്, ഇവരെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർക്കറിയാം. അവർക്കൊരു ഇതില്ല, എക്സിസ്റ്റൻസ് ഇല്ലാണ്ട് തന്നെ വരും. അതാണ് ഇസ്രോയുടെ കൾച്ചർ. ഞാൻ വന്ന കാര്യം പറയും, ഈ ശേഷൻ്റെ കാര്യം. ഈ ശേഷൻ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. അയാൾ ഒരുപാട് പ്രിൻസിപ്പിളും പറയും. അനാമത്ത് ചിലവിനെ ക്രിട്ടിസൈസ് ചെയ്യും. ബാക്കിയുള്ളവരാരും ഗവൺമെൻറ് പണി ചിലവഴിക്കാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്യും. ഇത്ര മിടുമിടുക്കനായിട്ടൊരു ഓഫീസറില്ല. പക്ഷേ സർക്കാർ പൈസ അയാളെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് ഒരു ഉളുപ്പും ഇല്ലാത്തൊരു വ്യക്തിയാണ്. സത്യം പ്രകാരം സാർ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് സന്തോഷം തോന്നി. ഈ കാര്യം ഞാൻ വേറെ പലയിടത്തും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ബുക്കിൽ എഴുതി കണ്ടപ്പം പുള്ളി ഞാൻ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞിട്ടില്ല, വളരെ പഞ്ചാര പുരട്ടി മാന്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ സെൻറ്ററിലും പോയി കഴിയുമ്പോൾ അവിടെ മോടി പിടിപ്പിക്കുന്നതിനെല്ലാം നിശ്ചിതമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു. മോടി പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ ഡയറക്ടർ ഗവാരിക്കറും സതീഷ് ധവാനും ഒക്കെ ആ വേളി മൊട്ടക്കുന്ന് പച്ച ഹരിതമാക്കി. നമ്മൾ ഈ വേളി ബോട്ട് ക്ലബിൻ്റെ അവിടെ നിന്ന് അകത്തോട്ട് കയറുന്ന റോഡിൻ്റെ ചുറ്റുമുള്ള വെറും ചതുപ്പായിട്ട് കിടന്ന സ്ഥലം ഇന്നൊരു എക്സലൻ്റ് കണ്ടൽക്കാടാണ്. ആർക്ക് വേണമെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാം. മാംഗ്രോവ് പോലെ അത് മെയിൻറ്റെയിൻ ചെയ്ത് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. മൊട്ടക്കുന്നിൽ മുഴുക്ക വൃക്ഷങ്ങളായി.
അത് മുട്ടക്കുന്നെന്ന് പറയില്ല. ആ ഏരിയ തുമ്പ ഏരിയയിലുള്ള മണലാരണ്യമായിട്ട് കിടന്ന സ്ഥലത്ത് മുഴുക്ക വൃക്ഷങ്ങൾ വെച്ച് പിടിച്ചൊരു കാടായി അത്. അങ്ങനെ ആക്കിയെടുത്തത് ഗവരിക്കറും തവാൻ സാറും ഒക്കെ ആയിരുന്നു. അതിനെ ഇയാൾ ക്രിട്ടിസൈസ് ചെയ്തു, ഇതെന്ത് മോടി പിടിപ്പിക്കുകയാണെന്ന് പറഞ്ഞ്. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പ്രഭാകരൻ സാർ അവിടെ എഞ്ചിനീയറായിട്ടിരുന്നപ്പോൾ പറഞ്ഞ്, എൻ്റെ മുറിയിലിരുന്ന് മേശപ്പുറത്ത് പ്രസ് ചെയ്യുമ്പം എൻ്റെ മുറിയുടെ ഡോറ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. എത്ര പ്രാവശ്യം ചെയ്യിച്ചു, ഒരു ഉളുപ്പമില്ലാണ്ട്. അതാണ് ഈ ഇസ്രോ കൾച്ചറും IAS കൾച്ചറും തമ്മിലുള്ള വ്യത്യാസം. ആ കൾച്ചർ ഇനി എന്ന് മാറുമെന്ന് എനിക്കറിയില്ല. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കംഫർട്ട്സിന് ഒരു ഇതുമില്ലാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പ്രൊഫസർ സതീഷ് ധവാൻ സാറിനൊരു മുറി പ്രഭാകരൻ സാറ് ഉണ്ടാക്കിയപ്പോൾ ബാംഗ്ലൂർ ചെയർമാൻ ഒരു മുറി ഉണ്ടാക്കിയപ്പം അതിനൊരു അഡീഷണൽ ടോയ്ലറ്റ് ഫിറ്റ് ചെയ്യാനുള്ളൊരു കൺസ്ട്രക്ഷനായി, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു ഓഫീസറും ഇല്ലല്ലോ. ധവാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഒരു 50 അടി നടന്നാൽ മതിയല്ലോ, കോമൺ ടോയ്ലറ്റ് അവിടെ ഉണ്ടല്ലോ, ഞാൻ അവിടെ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. എല്ലാവരും പോകുന്ന ടോയ്ലറ്റിൽ തന്നെ അദ്ദേഹവും പോകുന്നത്. ദാറ്റ് ഈസ് സതീഷ് ധവാൻ. അതേസമയം ഈ മനുഷ്യൻ വന്നു കഴിച്ചിട്ട് ആദ്യം പറയുന്നത് അയാളുടെ മുറി മോടി പിടിപ്പിക്കുക, എത്ര ലക്ഷം രൂപ അതിന് ചിലവഴിക്കുക എന്നുള്ളതാണ്. അതാണ് വലിയ മനുഷ്യനെന്ന് ലോകം മുഴുക്ക ഇലക്ഷൻ കമ്മീഷണറായിട്ട് അയാൾ നല്ല വണ്ടർഫുള്ളായിട്ട് ജോലി ചെയ്തു, കുഴപ്പമൊന്നുമില്ലാത്തതാണ്, നന്നായിട്ട് ചെയ്തു, എല്ലാവരെയും വിറപ്പിച്ചു. പക്ഷേ തൻ്റെ സ്വന്തം കാര്യങ്ങളിൽ ഈ റൂളും കാര്യങ്ങളും ഒന്നും അദ്ദേഹത്തിനില്ല. പക്ഷേ ഇത്രയും അതുപോലെ അദ്ദേഹം ഭയങ്കരമായിട്ട് സമ്പാദിച്ചു. അതൊക്കെ അവസാന കാലത്താണ് അറിഞ്ഞത്. ഹി വാസ് ഇമ്മൻസ്ലി റിച്ച്. കൈക്കൂലി മേടിച്ചായിരിക്കില്ല, ശമ്പളം സേവ് ചെയ്ത് തന്നെ ആയിരിക്കും. പക്ഷേ അത് അവസാനം യാതൊരു ലക്ഷറിയും അനുഭവിക്കാൻ പറ്റാണ്ടായി. എന്തുകൊണ്ടാണ് ഈ കൈക്കൂലി മേടിക്കണം എന്ന് ആൾക്കാർക്ക് തോന്നുന്നത്? അമിത ആസക്തി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കംഫർട്ടിന്, ഭൗതിക സുഖങ്ങളോടുള്ള അമിതമായ ആർത്തി കൊണ്ടാണ് ആഡംബരം വരുന്നത്. ആഡംബരത്തിൽ ആർത്തി ഇല്ലാണ്ട് സിമ്പിളായിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്നവർക്ക് ഒരിക്കലും കൈക്കൂലിയോട് മോഹം ഉണ്ടാകില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പം 15,000 രൂപ മാസ ശമ്പളമുള്ള എത്രയോ പേര്, 2 കുട്ടികളെ അടക്കം 4 പേര് ഒരു കുടുംബം കഴിയുന്നില്ലേ? 1 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവർക്കാണ് അത് തികയാണ്ട് കൈക്കൂലി മേടിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് അടുത്തിട്ട്, ഈ സാധനങ്ങൾ നിത്യോപയോഗത്തിന് നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ, ഒരു കവറ് പാല് 26 രൂപ. എല്ലാവരും ഈ 1 ലക്ഷം മേടിക്കുന്നവനും 15,000 മേടിക്കുന്നവരും അത് തന്നെ കൊടുക്കണം. അവരും കഴിയുന്നില്ലേ? അവരെ കുട്ടികളും സ്കൂളിൽ പോകുന്നില്ലേ? അവരെ കുട്ടികൾക്കും സ്കൂൾ ബാഗ് വേണം, യൂണിഫോം വേണം, ഇതെല്ലാം പോകുന്നു. അവരും ജീവിക്കുന്നു. 15,000 അല്ലെങ്കിൽ 20,000 രൂപ മാസ വരുമാനമുള്ളവരും ജീവിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടും തോറും കൂടുതൽ കിട്ടണമെന്നുള്ള ആഗ്രഹം വരും. അത് ഞാനും പ്രഭാകരൻ സാറും ഒക്കെ വേറൊരു ജീൻസാണ്. എൻ്റെ ആദ്യത്തെ സ്കൂട്ടർ ഞാൻ 32 വർഷം ഉപയോഗിച്ചിട്ട്, ബജാജ് 150 സ്കൂട്ടർ 32 വർഷം ഉപയോഗിച്ചിട്ടാണ് വിറ്റത്. ആ മാരുതി 800 കാർ ഞാൻ 24 വർഷം ഉപയോഗിച്ചു. എനിക്ക് മാറണമെന്നേ തോന്നുന്നില്ല. നന്നായിട്ട് ഓടുന്ന ഒരു കാർ എന്തിനും മാറണം. അപ്പം ആ ആഡംബരത്തിനും അമിതമായിട്ടുള്ള ലക്ഷറിക്കും ആർത്തി ഇല്ലാണ്ട് ഉള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുത്താൽ ഒരിക്കലും അമിതമായിട്ടുള്ള വരവ് വേണമെന്ന് തോന്നില്ല. എൻ്റെ അടുത്ത് മുഖ്യമന്ത്രി ഈ ശമ്പളം മേടിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ചോദിച്ചു, അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. ഫസ്റ്റ് മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ 16 ഫാം ചെയ്ത് അവിടെ ചെന്നപ്പോൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല പെൻഷൻ കിട്ടുന്നുണ്ട്, എനിക്കും എൻ്റെ വൈഫിനും. പ്രഭാകരൻ സാറിൻ്റെ വൈഫിനെ പോലെ തന്നെ എൻ്റെ വൈഫും ISROയിൽ തന്നെ ജോലി ചെയ്ത ഒരു സയൻറ്റിസ്റ്റാണ്. നല്ല പെൻഷൻ തരുന്നുണ്ട്. ആ പെൻഷൻ്റെ പകുതി പോലും നമുക്കൊരു മാസം വേണ്ട. 2 കുട്ടികളുണ്ട്, അവർ 2 പേരും വർക്ക് ചെയ്യുന്നു, ശമ്പളം മേടിക്കുന്നു, അവരെ ഭാര്യമാർക്കും ശമ്പളമുണ്ട്. എന്തിനാ ഈ പൈസ? എന്ത് മേടിച്ചിട്ട് എന്ത് ചെയ്യും? എനിക്ക് ആഡംബരത്തോടും ഒരു ആർത്തിയും ഇല്ല, ഒന്നിനോടും. ആ രീതിയിൽ വരുമ്പോൾ പുള്ളി കേട്ട ഉടനെ തിരിച്ചിട്ട് പറഞ്ഞു, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഓർഡർ വന്നപ്പോൾ അത് വന്നല്ല. വീണ്ടും ഞാൻ പോയി പറഞ്ഞു, എൻ്റെ ഓർഡറിൽ അത് പറയുന്നില്ല. 2ാമത് ക്യാബിനറ്റ് കൂടിയിട്ട് സ്പെഷ്യൽ ഓർഡർ ഇറക്കി, അദ്ദേഹത്തിൻ്റെ സേവനം പ്രതിഫലങ്ങളൊന്നും കൂടാണ്ടായിരിക്കുമെന്നും പറഞ്ഞ് ഓർഡർ ഇറക്കി. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം
അത് വേറെയാണ്. പ്രഭാകരൻ സാർ അതിൽ പലയിടത്തും പല ടെംപ്റ്റേഷനും വന്നപ്പോഴും പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഇന്ന രീതിയിൽ ഇത് വന്നു അത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതൊരിക്കൽ നമ്മുടെ മനസ്സങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കുഴപ്പമുള്ളത്, ഈ ശ്രീകോട്ടയിലൊക്കെ ഇരുന്നുകൊണ്ട് എനിക്കറിയാം, ഇതിന് ചെയ്യാത്തവർ ഈ കരാറുകാരെ മുഷിപ്പിക്കേണ്ടി വരും. കരാറുകാരുടെ പണിയിലുണ്ടാകുന്ന പാളിച്ചകളും കുറവുകളും വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് തരുന്നത്. അത് മേടിക്കാണ്ടിരിക്കുകയും ആ വിട്ടുവീഴ്ചയ്ക്ക് ഒരു ദൈവം കാണിക്കാണ്ടിരിക്കുമ്പോഴും ശത്രുക്കളുണ്ടാവും. ശത്രുക്കൾ അങ്ങനെയുള്ളവർക്കുണ്ട്. പക്ഷേ അത് ശത്രുക്കളുണ്ടാകുന്ന ഒരു ടെമ്പററി ഫിനോമിനയാണ്, സ്ഥായിയായിട്ട് നിൽക്കില്ല. കാരണം ഇതിന് മുകളിലിരിക്കുന്ന നമ്മുടെ കംപ്ലൈൻറ്റ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് അത് നന്നായിട്ട് മനസ്സിലാകും ഇത് ഇന്ന കാരണം കൊണ്ടാണ് ഇദ്ദേഹം അൺപോപ്പുലർ ആയതെന്നുള്ളത്. ഇത് വായിക്കുമ്പം പല പല സംഭവങ്ങളൊന്നും നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ എടുത്ത് നേരെ ത്രിട്ടം ചെയ്ത് കളയും, നിന്നെ ഇവിടെ നിന്ന് തെറിപ്പിച്ച് കളയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും. രാഷ്ട്രീയമായിട്ട് പിടിയുള്ളവരും പറയും, നാളെ നീ ഈ സീറ്റിൽ കാണില്ല, നിന്നെ മാറ്റിക്കളയെന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒന്നും നടക്കില്ല. അത്ര ഈസിയൊന്നുമല്ല അത്. നിസ്സാരമായിട്ട് നമ്മളതിനെ വിസ്റ്റാൻഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ആ ബുക്കിൽ ഞാൻ ഇസ്രോയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. കാരണം എനിക്കത് ആൾറെഡി അറിയാവുന്ന കാര്യമായതുകൊണ്ട് നിങ്ങളിത് വായിക്കാൻ ഏറ്റവും പറ്റിയ ഒരു നോവൽ വായിക്കുന്ന കണക്ക് വായിച്ചു പോകാൻ പറ്റിയ നല്ല ഒരു ബുക്കാണ്. 300 രൂപയെ അദ്ദേഹം ചാർജ് ചെയ്തുള്ളൂ. ഇനി ഇദ്ദേഹത്തിൻ്റെ രണ്ടാമതൊരു ബുക്കുണ്ട്, റിലീസ് ചെയ്തു. ഇത് ഫസ്റ്റ് ബുക്കിൻ്റെ മലയാളം വെർഷനാണ്. എനിക്ക് രണ്ടാമത്തെ ബുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൽ വെച്ചിട്ടാണ് അന്ന് പ്രകാശനം ചെയ്തത്. അതിൽ സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഇത് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു രസകരമായ ഒരു ആത്മകഥ. മറ്റേതിൽ സാങ്കേതികമായിട്ട് എഞ്ചിനീയേഴ്സ് മാത്രമല്ല, നമുക്ക് നിസ്സാരമായിട്ട് വീട്ടിലുള്ള കൊച്ചു കൊച്ചു പണികൾ റിപ്പയർ ചെയ്യാൻ പോലും ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നല്ല ഇൻഫർമേറ്റീവ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലുത്. അപ്പോൾ ഈ ബുക്ക് സന്തോഷമായിട്ട് പ്രകാശനം ചെയ്യാനായിട്ട്, പ്രത്യേകിച്ചും തമ്പാൻ സാറിൻ്റെയും ബാലേന്ദ്രൻ സാറിൻ്റെയും പ്രസൻസിൽ ഇത് പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവരും ബുക്ക് വാങ്ങണം, വായിക്കണം, സന്തോഷിക്കണം. നന്ദി.